ഇന്ന് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നോമ്പ് കഞ്ഞിയില്ല, നല്ല ടേസ്റ്റുള്ള ആശാളിയും ഉലുവയൊക്കെ ഇട്ട് നമുക്ക് നോമ്പ് തുറക്കുമ്പം ക്ഷീണവും ദാഹവും ഒക്കെ പോകുന്ന നല്ല നോമ്പ് കഞ്ഞീൻ്റെ റെസിപ്പിയാണേ. നമുക്ക് കണ്ടാലോ? അതിന് ഞാൻ ദേ ഈ പൊടിയരിയാണ് എടുക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടത്തില്ലേ, ആ പൊടിയരി. ഈ കപ്പിന് ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവാണ് പറയുന്നത്. നമുക്കിതിനി വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വരാം. കഴുകി ഇത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ആശാളി എന്ന് വെച്ചാൽ ഇതില്ലേ ഹലീം സീഡ്സ്, അതിൻ്റെ ഇംഗ്ലീഷ് അതാ ഹലീം സീഡ് 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്, 4 വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഞാനൊരു 3 വിസിലടിക്കുന്നുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള തേങ്ങാപ്പാൽ എടുക്കാം. 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1 തേങ്ങയുടെ മുക്കാലും. അതിലോട്ട് അതിൻ്റെ 1-ാം പാലും എടുക്കണം, 2-ാം പാലും എടുക്കണം. ഇനി ആ കഞ്ഞി വെന്ത് വരുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളം കാണത്തില്ല, കണ്ടില്ലേ? ഇത് 2-ാം പാൽ, ഇത്രത്തോളം 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ 1-ാം പാൽ. അരി വെന്ത് വന്നപ്പം കണ്ടില്ലേ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ആദ്യം 2-ാം പാൽ ഒഴിച്ചൊന്ന് നല്ലപോലെ തിളപ്പിക്കാം. നല്ലപോലെ തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്നെല്ലാം നല്ലപോലെ ഒന്ന് ബബിൾസ് പോലെ വരട്ടെ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഈ കഞ്ഞി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കുവേ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പൊടിക്കുന്ന കാണിക്കാവേ. ഇത് ചുക്ക്, ഇഞ്ചി, ഉണങ്ങിയ ഇഞ്ചി ഇല്ലേ, കണ്ടില്ലേ? ഇതാ ഉണങ്ങിയ ഇഞ്ചി. ഇതിനെ ഞാൻ ഒന്ന് കല്ലേ വെച്ച് ചതച്ചിട്ട് മിക്സിയിലിട്ട് കൊടുത്തതാണ്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റായിട്ട് ചേർക്കണേ, അപ്പോഴേ ആ കഞ്ഞിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ വയറിനുമൊക്കെ നല്ലതല്ലേ. കണ്ടില്ലേ, ചുക്കും ജീരകം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, ആ 2-ാം പാൽ ഒഴിച്ച് കഞ്ഞി ഒന്ന് ചൂടായി വന്നു. നല്ലപോലെ ചൂടായപ്പോഴത്തേക്കും ഞാൻ 1-ാം പാലും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നമ്മൾ ചുക്കും ജീരകവും പൊടിച്ച് വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സാക്കി നമുക്ക് നല്ല ചൂടോടെ കുടിക്കാം. ഇത്രയേ ഉള്ളൂ, ഈസിയല്ലേ. ഈ ഡയബറ്റീസ് പേഷ്യൻ്റ് ഇല്ലേ, ഷുഗറിൻ്റെ ഇതുള്ളവർക്ക് ഞവരേരി കിട്ടും, ഞവരേരി. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ സെയിം രീതി വെച്ചാൽ മതി. നല്ല സൂപ്പറായിട്ട് അവർക്കും കഞ്ഞി കുടിക്കാം. നോയമ്പ് തുറന്ന ഉടനെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി കഞ്ഞി റെഡി. ഇനി ചെറുപയറിൻ്റെ റെസിപ്പി കാണാം. ഞാൻ ഈ കപ്പിനൊരു 1 കപ്പ് ചെറുപയർ അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി കുതിർത്തതായതുകൊണ്ടോ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നമുക്കത് വേവട്ടെ. അപ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് നോക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിന് ഒരു 250 ml 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വെളുത്തുള്ളിയും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇത് ഒത്തിരി ഇട്ട് അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ കണ്ടില്ലേ ഈ പരുവത്തിന്. ഇനി ആ വെന്ത ചെറുപയറിലോട്ട് നമുക്ക് ഈ ചതച്ച തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറിക്കോട്ടെ. എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി കയറട്ടെ. കഞ്ഞിയും ഈ ചെറുപയറും കൂടെ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുമ്പം. നോമ്പ് തുറന്ന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഒന്ന് നിസ്കരിച്ചിട്ടൊക്കെ വരത്തില്ലേ, അത് കഴിഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ്സും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. അതവിടെ ഇരുന്നൊന്ന് ആവി കയറട്ടപ്പോഴത്തേക്ക് നമുക്ക് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈസിയല്ലേ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഉണക്കമുളകും വേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് ചൂടായപ്പോഴത്തേക്കും ആ ചെറുപയറിലോട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചൂട് കഞ്ഞിയും ചെറുപയർ തോരനും കൂടെ. ഈസി റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് ഈ നോമ്പിന് കുടിക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.